നമസ്കാരം, ഞാൻ റോബിൻ അലക്സാണ്ടർ. ഖത്തർ ആകാശം കത്തി. ഇന്ന് പുലർച്ചെ 10 ഡ്രോൺസും 2 ക്രൂയിസ് മിസൈൽസും ഒരേ സമയം ഖത്തറിലേക്ക് പറന്നെടുത്തു. ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട്, ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എയർപോർട്ട്സിൽ ഒന്ന്, പൂർണ്ണമായി പടഞ്ഞു. 30,000-ത്തിലധികം മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾ കുടുങ്ങി. കുവൈത്തിൽ ഒരു US മിലിറ്ററി ബേസിൽ ഡയറക്ട് ഹിറ്റ്. 6 അമേരിക്കൻ സോൾജേഴ്സ് ഒരൊറ്റ ഡ്രോൺ അറ്റാക്കിൽ കൊല്ലപ്പെട്ടു. ഒരു 11 വയസ്സുള്ള കുട്ടി. ഒരു യുദ്ധം തീർക്കാൻ ശ്രമിക്കുന്നവരുടെ ഇടയിൽ ജീവൻ നഷ്ടപ്പെട്ടു. ഇന്ന് ഡേ 5. ഇനി എന്ത് സംഭവിക്കും? ഫെബ്രുവരി 28, 2026 രാത്രി അമേരിക്കയും ഇസ്രായേലും ഒരേ നിമിഷം ഇറാനിൽ ആക്രമണം ആരംഭിച്ചു. അമേരിക്ക ഇതിന് പേരിട്ടു ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി. ഇസ്രായേൽ ഇതിനെ വിളിക്കുന്നു ഓപ്പറേഷൻ റോറിംഗ് ലയൺ. ആദ്യ സ്ട്രൈക്കിൽ തന്നെ ഇറാൻ സുപ്രീം ലീഡർ അലി ഖമനയുടെ കോമ്പൗണ്ട് തകർന്നു. ഖമനയി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്സ്. ഇറാൻ ഉടനെ തിരിച്ചടിച്ചു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4. ഗൾഫ് രാജ്യങ്ങളിലെ US ബേസസിലേക്ക് ഡ്രോൺസ്, മിസൈൽസ്. ഇന്ന് ഡേ 5. ഇറാൻ ഖത്തറിലേക്കും കുവൈത്തിലേക്കും നേരിട്ട് ആക്രമണം നടത്തുന്നു. ഇതൊരു സഡൻ വോർ അല്ല. ഇതിന്റെ തുടക്കം വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഇറാൻ ന്യൂക്ലിയർ പ്രോഗ്രാം, US സാങ്ഷൻസ്, ഇസ്രായേലിന്റെ റിപ്പീറ്റഡ് സ്ട്രൈക്സ്. ഓരോ തവണയും വോർ ഒഴിവായി, ഓരോ തവണയും ടെൻഷൻ കൂടി. ഫെബ്രുവരി 28 അത് മാറി. US B-2 ബോംബേഴ്സ് ഇറാന്റെ ഫോർഡോ, നട്ടാൻസ് ന്യൂക്ലിയർ സൈറ്റ്സിൽ ബോംബ്സ് ഇട്ടു. ഒരേ സമയം ഇസ്രായേലി ജെറ്റ്സ് ഇസ്ഫഹാനിൽ സ്ട്രൈക്ക് നടത്തി. ഒരൊറ്റ രാത്രിയിൽ ഇറാന്റെ ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ 60% തകർന്നു. മാർച്ച് 1 മുതൽ ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങി. വേവ് ആഫ്റ്റർ വേവ് ഓഫ് ഡ്രോൺസ്. ഗൾഫ് ഓരോ ദിവസവും കൂടുതൽ അപകടകരമായി. മാർച്ച് 3 കുവൈത്ത്. ഒറ്റ രാത്രിയിൽ 230 ഡ്രോൺസ്. അലി അൽ സാലേം എയർബേസ്, ക്യാമ്പ് അരിഫ്ജാൻ, ക്യാമ്പ് ബുയറിംഗ് ഒന്നൊന്നായി ടാർഗറ്റഡ്. ക്യാമ്പ് ബുയറിംഗിൽ ഒരു ടാക്ടിക്കൽ ഓപ്പറേഷൻ സെന്റർ. ഓവർഹെഡ് പ്രൊട്ടക്ഷൻ ഇല്ല. ഒരു ഡ്രോൺ ഡയറക്ട് ഹിറ്റ്. 6 US സോൾജേഴ്സ്, 6 ലൈവ്സ് ഒരു നിമിഷം. ഇന്റർസെപ്ഷനിൽ നിന്ന് തെറിച്ച സ്രാപ്നൽ കുവൈറ്റ് സിറ്റിയിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ. 11 വയസ്സുള്ള ഒരു പെൺകുട്ടി ആ സ്രാപ്നൽ ഏൽക്കുന്നു, ഇല്ലാതാകുന്നു. ഇന്ന് മാർച്ച് 4 ഖത്തർ. ഇറാൻ 10 ഡ്രോൺസും 2 ക്രൂസ് മിസൈൽസും ദോഹയിലേക്ക് തൊടുത്തു. ഖത്തർ ഡിഫൻസ് മിനിസ്ട്രി പറഞ്ഞു, എല്ലാം ഞങ്ങൾ തകർത്തു, ഒരെണ്ണം പോലും ലക്ഷ്യത്തിൽ തറഞ്ഞില്ല. ടെക്നിക്കലി ഒരു വിക്ടറി, പ്രാക്ടിക്കലി ടെറർ. ഹമാദ് എയർപോർട്ട് അടഞ്ഞു. ഖത്തർ എയർവേസ് ഫ്ലൈറ്റ്സ് സസ്പെൻഡ്. ലോകത്ത് 20-16 LNG സപ്ലൈ ചെയ്യുന്ന ഖത്തർ പ്രൊഡക്ഷൻ നിർത്തി. യൂറോപ്പിൽ ഗ്യാസ് പ്രൈസ് 50% കൂടി. ഏഷ്യയിൽ 39% ജമ്പ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്, ലോക ഓയിൽ സപ്ലൈയുടെ 20% കടന്നുപോകുന്ന സ്ട്രെയിറ്റ്, ഇപ്പോൾ ടാങ്കേഴ്സിന് അടഞ്ഞ വഴി. ഇതുവരെ നിങ്ങൾ കേട്ടത് വോറിന്റെ സർഫേസ്. ഇനി നിങ്ങൾ കേൾക്കുന്നത് ആ വോറിന്റെ ഉള്ളിൽ. ഇറാന്റെ സ്റ്റോക്ക് പൈൽ തീർന്നു വരുന്നു. US ജനറൽ ഡാൻ കെയിന്റെ അസസ്മെന്റ്. ഇറാന്റെ മിസൈൽ ലോഞ്ചസ് 86% കുറഞ്ഞു. ഡ്രോൺ ലോഞ്ചസ് 73% കുറഞ്ഞു. ഇത് വീക്ക്നെസിന്റെ സൈൻ, ഇത് ഡെസ്പറേഷന്റെ സൈൻ. പക്ഷേ ഒരു കാര്യം ഓർക്കൂ, ഡെസ്പറേറ്റ് ആയ ഒരു എനിമി ഏറ്റവും ഡേഞ്ചറസ് ആണ്. US നേവി ഇതിനകം ഇറാന്റെ 20-ലധികം ഷിപ്സ് ഡെസ്ട്രോയ് ചെയ്തു. ശ്രീലങ്ക കോസ്റ്റിൽ ഐറിയസ് ഡേന വാർഷിപ്പ് സിങ്ക് ചെയ്തു. ഇറാന്റെ നേവി പ്രാക്ടിക്കലി ഇല്ലാതായി. ഇനി ഒരു ചോദ്യം. US സെനറ്റ് ട്രംപിനോട് കോൺഗ്രഷണൽ അപ്രൂവൽ ചോദിച്ചു. സെനറ്റ് റിജക്ട് ചെയ്തു. അർത്ഥം, ട്രംപിന് ഇനി കോൺഗ്രസിന്റെ പെർമിഷൻ ഇല്ലാതെ സ്ട്രൈക്സ് കണ്ടിന്യൂ ചെയ്യാം. ഒരു പ്രസിഡന്റ്, ഒരു വാർ, ഒരു സിഗ്നേച്ചർ. ഖത്തർ ഗവൺമെന്റ് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു, ഖത്തർ സേഫ് ആണ്, പാനിക് ആകേണ്ട. പക്ഷേ എയർ സ്പേസ് ക്ലോസ്, എയർപോർട്ട് അടഞ്ഞ്, LNG പ്രൊഡക്ഷൻ നിർത്തി. US എംബസി ഖത്തർ ഷെൽട്ടർ ഇൻ പ്ലേസ് മോഡ്. നോൺ എമർജൻസി സ്റ്റാഫിനോട് കൺട്രി ലീവ് ചെയ്യാൻ ഉത്തരവ്. ഒരേ ഒരു മെസ്സേജ്, വിൻഡോസ് ഒഴിവാക്കൂ, ഉള്ളിലിരിക്കൂ. കുവൈത്തിൽ 6 ഫാമിലീസ് ഇന്ന് ഒരു നോട്ടിഫിക്കേഷൻ ലെറ്റർ റിസീവ് ചെയ്യും. ഒരിക്കലും കിട്ടാൻ ആഗ്രഹിക്കാത്ത ലെറ്റർ. സോഷ്യൽ മീഡിയയിൽ ഖത്തർ എയർപോർട്ടിൽ ആളുകൾ കരഞ്ഞ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ബോർഡ്സ് നോക്കി നിൽക്കുന്നു. മോൾസിൽ പാനിക് ബൈയിങ്, സൂപ്പർ മാർക്കറ്റ്സ് ശൂന്യം. ഇന്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പിന്റെ വാർണിംഗ്. ഇറാൻ ഇപ്പോൾ ഒരു കോർണറിൽ. ഇനി ന്യൂക്ലിയർ ഓപ്ഷൻ ഡിസ്കസ് ചെയ്യപ്പെടും. ഇനി 3 സിനാരിയോസ്. 1, വോർ ഡേയ്സിൽ അവസാനിക്കും. ഇറാന്റെ സ്റ്റോക്ക് പൈൽ എക്സോസ്റ്റഡ്, ലീഡർഷിപ്പ് കെയോസ്, സീസ് ഫയർ. 2, വോർ എക്സ്പാൻഡ് ആകും. ഹിസ്ബുള്ള, ഹൂതി, ഇറാഖി മിലീഷ്യാസ് ആക്ടിവേറ്റ് ചെയ്യുന്നു. മൾട്ടിപ്പിൾ ഫ്രണ്ട്സ്. ഓയിൽ പ്രൈസ് $2 ക്രോസ് ചെയ്യുന്നു. 3, ന്യൂക്ലിയർ ത്രഷോൾഡ്. ഡെസ്പറേറ്റ് ഇറാൻ.
റിമൈനിങ് ന്യൂക്ലിയർ മെറ്റീരിയൽ. ഒരൊറ്റ ഡിസിഷൻ. ഏത് സിനാരിയോ റിയലിസ്റ്റിക് ആണ്? ഇന്ന് മോർണിംഗിൽ നോ വൺ നോസ്. ഖത്തർ കുവൈത്തിലുള്ളവർ എംപ്ലോയറിനെ എംബസിയെ കോണ്ടാക്ട് ചെയ്യും. ഷെൽട്ടർ ഇൻ പ്ലേസ് ഫോളോ ചെയ്യും. ഇന്ത്യൻ എംബസി ഖത്തർ 9744425577. കുവൈത്ത് ഇന്ത്യൻ എംബസി നോട്ട് റിസർച്ച് 294-9088. MEA ഇമർജൻസി ഹോട്ട്ലൈൻ 111-309. ഖത്തറിൽ നിന്ന് എക്സിറ്റ് ആകണം. എയർപോർട്ട് ക്ലോസ്. സീ റൂട്ട് സേഫ് ഇല്ല. ഒരേ ഒരു ഓപ്ഷൻ സൽവ ലാൻഡ് ബോർഡർ ക്രോസിംഗ്, സൗദി അറേബ്യ വഴി. ഒരു 11 വയസ്സുള്ള കുട്ടി, ഒരു വാറിന്റെ ഇരയായ കുട്ടി. ആ കുട്ടി ഒരു കൺട്രീന്റെ ഭാഗമല്ലായിരുന്നു, ഒരു മിലിറ്ററിന്റെ ഭാഗമല്ലായിരുന്നു, ഒരു ഓപ്പറേഷന്റെ ടാർഗറ്റുമല്ലായിരുന്നു. ഒരു കുട്ടി മാത്രമായിരുന്നു. യുദ്ധം ജയിക്കുന്നവർ ഹിസ്റ്ററി ബുക്സിലുണ്ടാകും. ആ കുട്ടിയുടെ പേര് ഒരുപക്ഷെ ഒരു പേജിലും ഉണ്ടാകില്ല. ഇത് ഒരു വാറിന്റെ കോസ്റ്റ് ആണ്. ഈ കോസ്റ്റ് ആരും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ഗൾഫിലുള്ള ആരെങ്കിലും ഇത് കാണട്ടെ. കമന്റിൽ പറയൂ, നിങ്ങളുടെ കുടുംബം സേഫ് ആണോ?